ഹലോ, ഞാനിന്ന് വിഷുക്കഞ്ഞിയാണ് കേട്ടോ വെക്കാൻ പോണ്. ഞങ്ങളുടെ പാലക്കാട് വിഷുവിന് ദിവസം വെക്കുന്ന വിഷുക്കഞ്ഞിയാണ്. പക്ഷേ ചിലവർ 1-ാം തീയതി കഞ്ഞി വെക്കില്ല. ഇന്നലെയാണ് 1-ാം തീയതി, വിഷു ദിവസം കഞ്ഞി വെക്കില്ല പറയും. ഇന്ന് 2-ാം തീയതിയാണ്. ഞങ്ങളുടെ അമ്മയും മുത്തശ്ശിയൊക്കെ വിഷു ദിവസം ഇങ്ങനെ ഒരു വിഷുക്കഞ്ഞി വെക്കും. ഞാൻ അതേപോലെ വെക്കുകയാണ്. കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. ഇത് അടുപ്പിൽ വെള്ളം വെച്ചിട്ട്, വെള്ളം തിളയ്ക്കൊന്നും വേണ്ട, അരി കഴുകിയിട്ട് അരി ഇട്ടിട്ടുണ്ട് ഞാൻ. ഇത് കഞ്ഞിയുടെ അരിയാണ് കേട്ടോ, പൊന്നരി. ഇത് പിന്നെ കാണിക്കാൻ ഞാൻ വിട്ടുപോയി. ഇതായി പുളിയവരയ്ക്ക, ചെറുപയർ, ഇത് രണ്ടും ഒന്ന് ചോക്കന വറുത്ത ശേഷം ഒന്ന് തണുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നിങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചാൽ അതിൽ തോലൊക്കെ തനിയെ വരും. അതിന് ശേഷം നന്നായി കഴുകുക, 2-3 പ്രാവശ്യം കഴുകിയ ശേഷം അതും ഇതിലേക്ക് ഇടാം. ഞാൻ അതും ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വെട്ട്. ഒന്ന് നന്നായി തിളച്ച ശേഷം കുറച്ച് വെള്ളം കുറഞ്ഞിട്ട് മൂടി വെച്ചാൽ മതി. ഒരു വിസിലിന് എടുക്കുക. നന്നായി തിളച്ച് വെള്ളം ഒന്ന് കുറച്ച് കമ്മിയായി വരട്ടെ. എന്നിട്ട് മൂടിയിട്ട് ഒരു വിസിൽ എടുത്ത് ഓഫ് ചെയ്യുക. ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് അങ്ങനെ ആയിട്ടുണ്ട്. കുക്കർ മൂടി വയ്ക്കുക. എന്നിട്ട് ഒരു വിസിൽ വന്ന ഉടനെ ഓഫ് ചെയ്യും കേട്ടോ. ആ കഞ്ഞി ഞാൻ ആ കുക്കറിൽ നിന്ന് ഇതിലേക്ക് ആക്കി. അത് നിറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും ഇതൊക്കെ ഒഴിക്കുമ്പോഴേക്കും അത് ഒരുപാട് ഇതാവും. ഇതിൽ ഞാൻ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല. ഒരു തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാല് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അങ്ങനെ ഒഴിച്ചാൽ മതി. വെള്ളത്തിന് പകരം അതാണ് ഒഴിച്ചെടുക്കുന്നത്. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉപ്പിടാം. ഉപ്പിടുന്നുണ്ട്. കഞ്ഞിക്ക് ആവശ്യമായ ഉപ്പിട്ടു. കുറച്ചുകൂടെ വെള്ളം വേണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇരിക്കി കുറുകി വരും. അപ്പോൾ വെള്ളത്തോടു കൂടെ വെക്കണം. ഇരിക്കത് കട്ടിയാവും. ഇതൊന്ന് തിളച്ച ശേഷം കുറച്ച് തേങ്ങ ഇടണം. ആ തേങ്ങ വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലാതെയും വെക്കാം കേട്ടോ. അത് വെറും വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കങ്ങനെ നന്നായി തിളപ്പിക്കാം. എന്നിട്ട് വാങ്ങി വെക്കാറാകുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ടാലും മതി. ഞാൻ പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ടേസ്റ്റ് വരും പറഞ്ഞിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചതാണ്. ഇതാട്ടോ, ഇതാ കഞ്ഞി തിളച്ചു. ഒന്ന് തിളച്ചു കേട്ടോ, മതി. കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് ഞാൻ. അത് തേങ്ങ ഇടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഉള്ളതനുസരിച്ച് ഇടാം. കുറച്ച് ഉള്ളെങ്കിൽ കുറച്ചിടാം, ഉള്ളവർക്ക് ഇടാം, നല്ലോണം ഇടാം. കഞ്ഞി അപ്പോൾ റെഡിയായി കേട്ടോ. വിഷുക്കഞ്ഞി, ഞങ്ങളുടെ പാലക്കാടുകാരുടെ വിഷുക്കഞ്ഞിയാണിത്. ഓരോരുത്തർ ഓരോ മാതിരി ആയിരിക്കും വെക്കുക. ഞാൻ എൻ്റെ മുത്തിയൊക്കെ വെക്കുമാതിരി വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുത്തശ്ശി തേങ്ങ ഇടില്ല കേട്ടോ. പല്ലില്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാലാണ് നല്ലോണം ഒഴിക്കുക. വിഷുക്കഞ്ഞി. ഇത് ചക്കരക്കിഴങ്ങ് ഉപ്പേരി, മധുരക്കിഴങ്ങ് അറിയോ? മധുരക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ് ഉപ്പേരി. ഇത് മാങ്ങാ സമ്മന്തി, പപ്പടം. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ.
ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടേതാണ് കേട്ടോ. വിഷുക്കഞ്ഞി, പപ്പടം, മാങ്ങാസമ്മന്തി, മധുരക്കിഴങ്ങ് ഉപ്പേരി. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും തരണേ. ചെറുപ്പത്തിൽ ഇങ്ങനെ കഴിച്ചിട്ടില്ല.